ഞാൻ ഖാൻ കരിക്കോട്ട്. എക്സാം ടിപ്സ് എന്ന പരിപാടിയിൽ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുന്നത് സെൻറ് ലൂഷ്യസ് സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥി ആഡം ബെന്നാണ്. എന്താണ് ആഡം ബെന്നിന് ചോദിക്കാനുള്ളത്? നമസ്കാരം സാർ. പൊതുപരീക്ഷ എടുക്കുമ്പോൾ ആശങ്കകളും കൂടുകയാണ്. അപ്പോൾ ഈ ആശങ്കകളെ മറികടക്കുന്നതിനായി എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് മിക്ക കുട്ടികൾക്കും ഒരുപാട് ആശങ്കയാണുള്ളത്. ആശങ്കകൾ പ്രധാനമായിട്ടുള്ളത് ഈ പൊതുപരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഏറ്റവും ഭയങ്കര സങ്കരം പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളെല്ലാം കട്ടിയായിരിക്കുമെന്നാണ്. പക്ഷെ അങ്ങനെ കട്ടിയൊന്നും ആകത്തില്ല. ഒരു 10% ചോദ്യങ്ങൾ കട്ടിയുള്ളതായിരിക്കും, അല്ല വെറും ചോദ്യങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളതെല്ലാം എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമേ ഓർക്കുക, ചോദ്യങ്ങളിൽ 1-2 എണ്ണം കട്ടിയാകും, അതുകൊണ്ട് എല്ലാം അങ്ങ് കട്ടിയാവും എന്ന് വിചാരിക്കേണ്ട. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, എനിക്കൊന്നും അറിയില്ല, അങ്ങനെ അറിയില്ല എന്നുള്ള ഒരു വിശ്വാസം വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ 10-12 വർഷം പഠിച്ചില്ലേ, ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഇപ്പോൾ നമ്മളൊരു കാര്യം പറയട്ടെ, മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകളുണ്ടല്ലോ, അവർ പഠിച്ച വിഷയങ്ങളുടെ ഒരു 10% പോലും അവർക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അപ്പോൾ അത് എല്ലാ അറിവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനൊക്കത്തില്ല, നിറച്ചു വയ്ക്കാനൊക്കത്തില്ല. അത് ആർക്കും പറ്റത്തില്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈശ്വരന് പോലും പറ്റില്ല. അത് നമ്മൾ ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാം പഠിക്കാൻ കഴിയില്ല എന്ന് പറയുക. ഇനി പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോകുന്നു എന്നാൽ ചില കുട്ടികളുടെ ഒരു അങ്ങ് മറന്നു പോകാം, കാരണം അന്നത്തെ സമ്മർദ്ദം കൊണ്ട് മറന്നു പോകാം. പക്ഷേ ചോദ്യപേപ്പർ കിട്ടുമ്പം അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ബാക്കിയുള്ള എല്ലാം അങ്ങ് വേണ്ടല്ലോ, പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറിനകത്ത് ഉത്തരം മതിയല്ലോ നമുക്ക് പരീക്ഷ എഴുതാൻ, ബാക്കിയുള്ള എല്ലാം മറന്നു പോട്ടെ. അപ്പോഴത്തേക്ക് മനസ്സിലേക്ക് എല്ലാം വരുമെന്നങ്ങ് വിശ്വസിക്കുക. പിന്നെ ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ മൂഡ് ഓഫ് ആകുമ്പോഴാണ്. അപ്പോൾ മൂഡ് ഓഫാകേണ്ട കാര്യമില്ല. എനിക്ക് പഠിച്ച കാര്യം ഞാൻ എഴുതുന്നേ ഉള്ളൂ, അതിനകത്ത് വേറൊന്നും എനിക്ക് ഭയക്കാനില്ല എന്ന് മനസ്സ് കാണുക. പിന്നെ കൂട്ടുകാരുമായിട്ടുള്ള ചില ചർച്ചകളുണ്ട്, നീ അത് പഠിച്ചോ, നീ ഇത് പഠിച്ചോ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അതിൽ കയറി വീഴരുത്. അങ്ങനെ വീട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ പഠിക്കാനൊക്കത്തില്ല. ഇനി പരീക്ഷയ്ക്ക് സമയം കിട്ടുമോ എന്നുള്ള ഭയം ഉണ്ട്. ചിലപ്പോൾ ഞാൻ പരീക്ഷ എഴുതാൻ തീരുമോ? എന്തായാലും പരീക്ഷ എഴുതുന്നവരൊരു 2 മണിക്കൂർ പരീക്ഷ, 2 മണിക്കൂർ പരീക്ഷയ്ക്ക് എഴുതാനുള്ള സബ്ജക്റ്റ് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ പരീക്ഷ എഴുതാനുള്ള സമയം നമുക്ക് കിട്ടുമെന്നറിയാം. പിന്നീട് ചില കുട്ടികളൊക്കെ ഈ അഡീഷണൽ ഷീറ്റ് മേടിക്കും. നേരത്തെ അഡീഷണൽ ഷീറ്റ് മേടിക്കുന്നല്ലോ, എനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ലോ, അങ്ങനെ ഭീതിയൊന്നും വേണ്ട. അഡീഷണൽ ഷീറ്റ് മേടിക്കുന്നവരെല്ലാം എടുക്കലാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് സാമാന്യം വലിപ്പത്തിൽ ഉള്ള എഴുതിയാൽ മതി. അഡീഷണൽ ഷീറ്റ് കൂടുതൽ മേടിക്കാൻ വലിപ്പം കൂട്ടുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോൾ അതൊന്നും മനസ്സിൽ കാണണ്ട. നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക. ഇത്തരം ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കി പരീക്ഷയെ നേരിട്ടുകൊള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാം.